നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബിജെപിക്കെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇന്ത്യ സഖ്യം. അതിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ്. ബാക്കി പാർട്ടികളെല്ലാം അവരുടെ കീഴിലാണുള്ളത്. അതായത് കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ അത് CPMന്റെ നേതൃത്വത്തിലാണ്, UDF ഭരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം കോൺഗ്രസിനാണ്. ഈ കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയാണ്. അതിനകത്ത് ഒരുപാട് പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പേര് ഹൈക്കമാൻഡ് എന്നാണെങ്കിലും എന്നും അതിന്റെ ലീഡർ നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരാണ്. നമുക്കറിയാം, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് അതിന്റെ നടത്തിപ്പുകാർ. അവർക്കാണ് അതിന്റെ പൂർണ്ണ ചുമതലയുള്ളത്. ഈ രാഹുൽ ഗാന്ധി ഈയിടെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടില്ല എങ്കിൽ ഇതൊന്ന് കേട്ടുകൊള്ളൂ. Why is the BJP not attacking the Chief Minister of Kerala? Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുവല്ലോ. ഇദ്ദേഹം വലിയ ഒരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് നാം കാണുന്നത്. രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡിന്റെ പേരിൽ ED ചോദ്യം ചെയ്തതാണ്. VS ശിവകുമാറിനെ സ്വത്തിന്റെ പേരിൽ ED ചോദ്യം ചെയ്തതാണ്. മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന VK ശിവകുമാറിനെ ED ചോദ്യം ചെയ്യുക മാത്രമല്ല ജയിലിലടയ്ക്കുകയും ചെയ്തതാണ്. ഞാൻ പേര് പറയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. കേജ്രിവാളിനെ ED ചോദ്യം ചെയ്യുകയും 2.5 വർഷമോ ജയിലിലടയ്ക്കുകയും ചെയ്തതാണ്. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ, കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ജയിലിലടയ്ക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അയാളെ പിടിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അവർ നയിക്കുന്ന ഇന്ത്യ സഖ്യം എന്ന പ്രസ്ഥാനത്തെ പറ്റിയാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ED കേട്ടു, പിണറായിയെ പിടിച്ചു, ചോദ്യം ചെയ്തു, എല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി സന്തുഷ്ടനായിരിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. പക്ഷേ രാഹുൽജി, താങ്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എന്നൊരു പ്രസ്ഥാനമുണ്ടല്ലോ, അതിലെ ഘടകകക്ഷികൾ ആരൊക്കെയാണ്? സമാനമായ ചില പാർട്ടിക്കാരെ കൂടി നിങ്ങൾ ചേർത്തിട്ടുണ്ട്. തമിഴ്നാടിന്റെ DMK, തേജസ്വി യാദവ്, UPയിലെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് എന്നിങ്ങനെ കുറെ ആളുകളെ, കേജ്രിവാൾ എന്നിങ്ങനെ കുറേയേറെ ആളുകളെ നിങ്ങൾ ചേർത്തിട്ടുണ്ട്. ആ പാർട്ടിയിൽപ്പെട്ടവരെല്ലാം പിണറായി വിജയനെ ED ചോദ്യം ചെയ്തപ്പോൾ അതിനെ അപലപിക്കുകയുണ്ടായി. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന CPMന്റെ നേതാവും CPIയും ഒക്കെ നിങ്ങളുടെ ഘടകകക്ഷിപ്പെട്ടവരാണ്. താങ്കൾ പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഒരു ജനസമൂഹത്തോട് ഒരു റാലിയിൽ ചോദിച്ചപ്പോൾ ഇനിയും ഉണ്ടല്ലോ ഇന്ത്യ സഖ്യം, ഇതുകൊണ്ട് നേരം വെളുക്കുകയല്ലല്ലോ, ഇനിയും വരുന്നുണ്ട് പാർലമെന്റ് ഇലക്ഷൻ, അപ്പോൾ താങ്കൾ നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ ആരൊക്കെ ഘടകകക്ഷികളായി ഉണ്ടായിരിക്കും? അതിന് താങ്കൾ ഒരു മറുപടി പറയണം. ആരൊക്കെയായിരിക്കും ഇനിയുള്ള ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ? താങ്കൾക്ക് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് തന്നെ താങ്കൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനാണ്. അല്ലാതെ ഇന്ത്യ സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന അഖിലേഷ് യാദവിനെയോ ഈ കേരളത്തിലെ CPMകാരെയോ CPIക്കാരെയോ DMKക്കാരെയോ സമാജ്വാദി പാർട്ടിയെ ഒന്നും പ്രധാനമന്ത്രിയാക്കാനല്ല, താങ്കൾക്ക് പ്രധാനമന്ത്രിയാകാനാണ്.
ഇനിയും താങ്കൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? ഇല്ല. താങ്കൾ ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയാകാനുള്ള സ്വപ്നം കളഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പണി നോക്കുന്നതാണ് നല്ലത്. താങ്കളുടെ ഈ ഇന്ത്യ സഖ്യം പൊട്ടി പാളിഷായി. അതിനെ താങ്കൾ തകർത്ത് കളഞ്ഞു. അതായത് ഇതിലെ ഘടകകക്ഷികളെല്ലാം വിളിച്ച് പിണറായി വിജയനെ ഇ.ഡി. ചോദ്യം ചെയ്തതിന് അപലപിക്കുകയുണ്ടായി. താങ്കൾ പറഞ്ഞത് പിണറായി വിജയനെ ഇ.ഡി. പിടിച്ച് ചോദ്യം ചെയ്യാനാണ് പറഞ്ഞത്. ഈ ഇരട്ടത്താപ്പ് നയമുള്ള താങ്കളാണോ ഇതിന്റെ നേതാവ്? താങ്കൾക്ക് രാഷ്ട്രീയ തന്ത്രം അറിയാമോ? വെറുതെ ഒരു കോൺഗ്രസ് കുടുംബത്തിന്റെ ജനിച്ചത് കൊണ്ട് താങ്കൾക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾ അറിയാം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ പ്രവർത്തകർ ഈ വെറുതെ നടക്കുകയാണ്. താങ്കൾക്ക് രാഷ്ട്രീയത്തെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതിലെ ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്യുവാൻ താങ്കൾ ഒരു ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയില്ലായിരുന്നു. ഇനി ഈ സ്വപ്നം പൂവണിയില്ല. കാരണം താങ്കളുടെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഇവരെല്ലാവരും കാലക്രമേണ പിന്മാറിപ്പോകും. കാരണം താങ്കൾ ഒരു നേതാവല്ല, ഒരു കോർഡിനേറ്റർ അല്ല. ഈ ജനങ്ങളെ ഈ എല്ലാ പ്രസ്ഥാനവും സംഘടിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആളല്ല എന്ന് ബോധ്യമായിരിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ ബോധ്യമായി. കേരളത്തിൽ മുഖ്യമന്ത്രി തർക്കമുണ്ടായപ്പോൾ ഇവിടെ പ്രവർത്തിച്ച വി.ഡി. സതീശന് ചാൻസ് കൊടുക്കാതെ അത് കണ്ടുകൊണ്ട് നിന്ന കെ.സി. വേണുഗോപാൽ അധികാരം വേണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് കെ.സി. ഇത് നടക്കില്ല എന്ന് പറഞ്ഞു മാറ്റാതെ അയാളെ വെച്ച് പൊരുന്നി ദിവസങ്ങളോളം തള്ളി നീക്കിയപ്പോൾ തന്നെ താങ്കളുടെ നേതൃപാടവത്തെപ്പറ്റി കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യ സഖ്യത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കും മനസ്സിലായിരുന്നു. ദയവ് ചെയ്ത് ഈ സ്ഥാനം രാജിവെച്ചിട്ട് മറ്റെന്തെങ്കിലും പണി നോക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞതിനോട് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. സ്വന്തം പ്രസ്ഥാനത്തിലെ ഘടകകക്ഷിയെ ഇ.ഡി. പിടിച്ച് ചോദ്യം ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ച ഈ വ്യക്തിയെ ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കാനൊക്കെയില്ല. അതുകൊണ്ടാണല്ലോ വിജയ് അധികാരമേറ്റപ്പോൾ DMK-യോടൊപ്പം നിന്ന അണികളെ അപ്പുറത്തോട്ട് പോയി മന്ത്രിസ്ഥാനം ഏറ്റുകൊള്ളാൻ പറഞ്ഞത്. ഇതല്ലേ നേതൃപാടവം? ഇതല്ലേ ഇനിയും തുടരാൻ പോകുന്നത്? ഈ BJP എന്ന ഈ പ്രസ്ഥാനത്തെ കോൺഗ്രസിനെ കൊണ്ട് തറ പറ്റിക്കുവാൻ കഴിയുകയില്ല. കാരണം കോൺഗ്രസ് ആയിരുന്നു 65 വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് താഴെ പോയത്? അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അഴിമതി എന്ന ഒരൊറ്റ കാരണത്താലാണ് കോൺഗ്രസിനെ ജനങ്ങൾ തുടച്ചു നീക്കിയത്. ഇനിയും അധികാരത്തിൽ വരണമെങ്കിൽ താങ്കളല്ല, കഴിവുള്ള ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വരണം. താങ്കളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടു പോകാൻ കഴിയുകയില്ല എന്ന് പല തവണ തെളിയിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഈ നേതൃസ്ഥാനത്ത് നിൽക്കാതെ എന്റെ അപ്പൂപ്പനും ഒക്കെ ഇതിലുള്ളവരായിരുന്നു എന്ന അഭിമാനത്തിൽ വെറുതെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നെനിക്കറിയാം. എന്നാൽ നിങ്ങൾ എന്റെ ഈ വീഡിയോയെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് വിവരക്കേടാണെങ്കിൽ അത് നിങ്ങൾ പച്ചയ്ക്ക് പറയണം ഞാൻ പറഞ്ഞത് വിവരക്കേടാണെന്ന്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം.